ഹരി ഓം. ദശകം 27, ശ്ലോകം 10. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണന്ന ദൈത്യസംഘാൻ. പദച്ഛേദം നോക്കാം. ദൈത്യ ഓഘേ ഭുജഗ മുഖ അനിലേന തപ്തേ. ദൈത്യ ഓഘേ, ദൈത്യ ഓഘേ ആണ് ദൈത്യൗഘേ ഒരുമിച്ച് വരുമ്പോൾ. ദൈത്യോഘേ ഭുജഗമുഖാനിലേന തപ്തേ, മുഖ അനിലേന തപ്തേ. തേന ഏവ, തേനൈവ ത്രിദശ കുലേ അപി കിഞ്ചിത് ആർത്തേ. തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത് തവ കില ദേവ വാരി വാഹാഃ. കാരുണ്യാത്തവ കില ദേവ വാരിവാഹാഃ പ്രാവർഷൻ അമര ഗണാൻ ന ദൈത്യ സംഘാൻ. പ്രാവർഷന്നമരഗണാൻ ന ദൈത്യ സംഘാൻ. ദൈത്യോഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവ വാരിവാഹാഃ പ്രാവർഷന്നമരഗണന്ന ദൈത്യസംഘാൻ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 9 നമ്മൾ പറഞ്ഞു, ആ ഭഗവാൻ മറ്റൊരു പർവ്വതം പോലെ വലിയ രൂപത്തിൽ 1000 കൈകളോടുകൂടി നിന്നിട്ട് ഒരു കൈ പർവ്വതത്തിൻ്റെ മീതെ വെച്ച് അങ്ങനെ ആ പർവ്വതം മറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സന്തോഷ പരവശന്മാരായിട്ട് ആ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിക്കുകയും ചെയ്തു. ദേവന്മാരും ശിവനും ബ്രഹ്മാവും ഒക്കെ ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞു. അപ്പം ശ്ലോകം 10 പറയുന്നു, വാസുകിയുടെ ആ മുഖത്തിൽ നിന്ന് വരുന്ന വിഷക്കാറ്റേറ്റിട്ട് വിഷമിക്കുന്ന ദേവന്മാരുടെ നേരെ ഭഗവാൻ കരുണ കാണിക്കുന്നു. അവരോട് മാത്രം ഒരു ശകലം പക്ഷപാതം കാണിക്കുന്നു എന്നാണ് 10 ശ്ലോകത്തിൽ പറയുന്നത്. ദൈത്യോഘേ ഭുജഗമുഖാനിലേന തപ്തേ. ദൈത്യ ഓഘേ എന്ന് വെച്ചാൽ അസുരന്മാർ. അസുരന്മാർ അതാ പ്ലൂറൽ ബഹുവചനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈത്യ ഓഘേ. ദൈത്യൗഘേ അസുരന്മാർ ഭുജഗമുഖാനിലേന തപ്തേ വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട വിഷക്കാറ്റേറ്റിട്ട് ചുട്ട് നീറി സങ്കടപ്പെടുമ്പോൾ, തപ്തേ എന്ന് പറഞ്ഞാൽ ആ ചൂടുകൊണ്ട് വിഷമിക്കുമ്പോൾ, തേന ഏവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ. തേനയേവ ആ വിഷക്കാറ്റ് കൊണ്ട് തന്നെ ദേവന്മാരും അല്പം വിഷമിക്കുമ്പോൾ. അപ്പോൾ ദേവന്മാർക്കും ശകലം വിഷമിക്കേണ്ടി വന്നു. മറ്റേ അസുരന്മാർക്ക് കൂടുതലാണ്, അവരല്ലേ മുഖത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ മുഖത്തു നിന്ന് വരുന്ന ആ ചൂട് കാറ്റ്, ആ വിഷക്കാറ്റ് അവർക്കാണ് കൂടുതൽ ഏൽക്കുന്നത്. വാലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ദേവന്മാർക്ക് അത്രത്തോളം ഏറ്റില്ലെങ്കിലും കുറച്ച് ആ വിഷക്കാറ്റേറ്റു. അതുകൊണ്ട് തന്നെ അവർ അല്പം വിഷമിക്കേണ്ടിയും വന്നു. അതാണ് തേനയേവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ കുറച്ച്. കിഞ്ചിത് ആർത്തേ, ആർത്തെന്ന് പറഞ്ഞാൽ വിഷമിക്കുമ്പോൾ. ദേവ തവ കാരുണ്യാത്കില, അല്ലയോ ഭഗവാനെ, തവ നിന്തിരുവടിയുടെ കാരുണ്യത്താൽ തന്നെ വാരിവാഹാഃ അമരഗണാൻ പ്രാവർഷൻ. വാരിവാഹാഃ മേഘങ്ങൾ, അമരഗണാൻ ദേവന്മാരിൽ നന്നായി മഴ പെയ്യിച്ചു. വാരിവാഹാഃ അമരഗണാൻ പ്രാവർഷൻ ദേവന്മാരിൽ നന്നായി മഴ പെയ്യിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നാണ്? അസുരന്മാരുടെ സൈഡിൽ മഴ പെയ്യിച്ചില്ല, ദേവന്മാർക്ക് മാത്രം മഴ പെയ്യിച്ചു കൊടുത്തു. ദൈത്യസംഘാൻ ന,
ദൈത്യസംഘാൻ എന്ന് വെച്ചാൽ അസുരന്മാരിൽ മഴ പെയ്യിച്ചുമില്ല. അപ്പോൾ ദേവന്മാർക്ക് മഴ പെയ്യിച്ചപ്പോൾ അവർക്ക് കുറച്ച് തണുപ്പ് കിട്ടത്തില്ലേ, വെള്ളം ദേഹത്ത് വീണ സമയത്ത് ആ ചൂട് കാറ്റിൽ നിന്ന് ഒരു ശകല ശമനം കിട്ടുമല്ലോ. അപ്പോൾ ഈ ഭഗവാന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടിയിൽ നിന്ന് ആ കൂർമ്മമായിട്ട് താങ്ങിയിട്ടും മുകളിൽ കൈവച്ച് അമർത്തിയും രണ്ട് ഭാഗത്തും ദേവന്മാരോടും അസുരന്മാരോടും ചേർന്നും വാസുകിയിൽ പ്രവേശിച്ചും ശക്തിയോടു കൂടിയിട്ട് ആ മഥനം അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് വിഷക്കാറ്റ് വല്ലാതെ വീശുവാൻ തുടങ്ങി. അപ്പോൾ ഈ വാസുകിയുടെ തലയ്ക്കുള്ള അസുരന്മാർ വളരെയേറെ വിഷമിച്ചു ഈ വിഷക്കാറ്റ് കൊണ്ട്. അപ്പോൾ വാലിൻ്റെ ഭാഗത്തുള്ള ദേവതകൾക്കും ആ വിഷക്കാറ്റൊരു കുറച്ച് വിഷമം ഉണ്ടാക്കാതിരുന്നില്ല. എന്നാൽ ഈ ദേവന്മാരുള്ള ആ ഭാഗത്ത് മാത്രം നല്ല മഴ പെയ്യിച്ചു. ഈ അസുരന്മാരുടെ ഭാഗത്ത് മഴയുണ്ടായുമില്ല. അതിന് കാരണം ഭഗവാന്റെ ആ പക്ഷപാതം തന്നെയാണ് എന്നാണ് പറയുന്നത്. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തത്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണന്ന ദൈത്യസംഘാൻ.